ലോകേഷ് കനകരാജിന്റെ കൂലിയെ കുറിച്ച് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടെന്ന് പോലും ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് ഇത് ലോകേഷിന്റെ സിനിമയാണ്. സോ ആ ഒരു പേര് ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ആ ഒരു പേരിനകത്ത് തന്നെ ഉണ്ട് എന്താണ് സിനിമ എന്നതിന്റെ ആൻസർ. ഒരു ഹൈ ക്വാളിറ്റി മൂവിയാണ് വരാൻ പോകുന്നതെന്ന് ഇദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പാണ്. എന്തായാലും വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. കാരണം ഇദ്ദേഹം വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ വളരെ ചുരുക്കം സിനിമകൾ ചെയ്തിട്ട് അതിലൂടെ മികച്ച സംവിധായകൻ എന്ന പേരെടുത്തൊരു വ്യക്തിയാണ്. ആ വ്യക്തി ഈ പ്രാവശ്യം കൂലി എന്ന സിനിമയിലൂടെ രജനീകാന്തിനെ നായകനാക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഉറപ്പാണ് നല്ല സിനിമയാണ് വരാൻ പോകുന്നത്. അപ്പൊ ആ ഉറപ്പോട് കൂടി തന്നെയാണ് സിനിമ കാണാൻ വേണ്ടി കയറിയതും. അങ്ങനെ സിനിമ തുടങ്ങി, ഫസ്റ്റ് ഷോട്ട് തുടങ്ങി, അടുത്ത സെക്കൻഡ് എന്ന് പറയുന്ന പോലെ ലോകേഷ് ഉണ്ടാക്കി വെച്ചൊരു യൂണിവേഴ്സിനകത്തോട്ട് ഞാൻ കയറി. സീരിയസ്ലി ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ കൂടെ ഞാൻ ട്രാവൽ ചെയ്യായിരുന്നു. 2.25 മണിക്കൂർ ഈ ക്യാരക്ടേഴ്സിന്റെ ഇടയിൽ ഞാൻ പെട്ടുപോയി. അത്രയും അത്രയും ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഇത്രയും ക്യാരക്ടേഴ്സ് വന്നെങ്കിലും ചുമ്മാ സമയം കളഞ്ഞിട്ടില്ല. എന്തൊക്കെ ആ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ പറ്റും അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാസ് സീൻസ് വരുന്നുണ്ട്, ഇമോഷണൽ സീൻസ് വരുന്നുണ്ട്, സ്റ്റൈലിഷ് ആയിട്ടുള്ള സീൻസ് വരുന്നുണ്ട്, ആക്ഷൻ സീക്വൻസ് വരുന്നുണ്ട്. എല്ലാത്തിനെയും മിക്സപ്പ് ആണ്. ഒരു സംഭവം വെറുതെ പാഴാക്കി കളഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് എല്ലാം ചേർത്ത് വെച്ചുണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള തിരക്കഥയാണ്. എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഇത്രയും ലെയേഴ്സ് വരുന്ന സമയത്ത് എവിടെയെങ്കിലും പാളി പോയിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഓഡിയൻസിന് പോലും മടുക്കുമായിരുന്നു. പക്ഷെ ആ ഫ്ലോ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരില്ലേ, അതൊന്നും ഇവിടെ സംഭവിച്ചില്ല. ഒരു ഫ്ലോയും നഷ്ടപ്പെട്ടില്ല. തുടങ്ങി കഴിഞ്ഞ അവസാനം വരേക്കും അങ്ങനെ അങ്ങ് പോയി. മാത്രമല്ല പലതും അതിന്റെ ടോപ്പ് വരേക്കും പോയിട്ടുണ്ട്. ഇമോഷണൽ സീൻസ് ഒക്കെ വരുമ്പോൾ ടോപ്പിലേക്ക് അങ്ങ് എത്തും. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും അതിന്റെ ടോപ്പിലെത്തും. ഒന്നും വെറുതെ അങ്ങ് വന്നു പോയിട്ടില്ല. എല്ലാം എത്രത്തോളം മാക്സിമം ആയിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും മാക്സിമം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് രജനീകാന്ത് എന്ന് പറയുന്ന നായകനെ കൊണ്ടുവന്ന സംഭവം. കരിയറിൽ 50 വർഷം പൂർത്തിയാക്കുന്ന രജനീകാന്തിന് വേണ്ടിയിട്ട് ഒരു ആദരവിന്റെ ഭാഗമായിട്ട് ട്രിബ്യൂട്ട് ആയിട്ടാണ് ലോകേഷ് സിനിമ കൊടുത്തിട്ടുള്ളത്. ഇതിലും മനോഹരമായിട്ട് രജനീകാന്തിന് ആദരവ് കൊടുക്കാനായിട്ട് മറ്റാര് സിനിമ ചെയ്യുമെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. അതായത് കയ്യിൽ കിട്ടിയത് രജനീകാന്തിനെയാണ്. അപ്പൊ ആ നടന്റെ കയ്യിൽ നിന്ന് പ്രേക്ഷകർ എന്തൊക്കെ ആഗ്രഹിക്കുന്നു, ഇത്രയും കാലം ആ നടൻ ചെയ്തു വെച്ച സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് തനിക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് കൂടി മനസ്സിലാക്കിയിട്ടാണ് ലോകേഷ് ഈ പ്രാവശ്യം ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് രജനീകാന്തിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും മികച്ച ആദരവായിട്ട് തന്നെയാണ് ഈ സിനിമ കണക്കാക്കാനും പറ്റുക. അതായത് രജനീകാന്തിന് ഇത്രയും ഭംഗിയായിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമയിൽ കാണുന്നത്. നമ്മുടെ കപാലി സിനിമയിലായിരുന്നു രജനി സാർ ഇത്രയും ഭംഗിയായിട്ട് ഇമോഷണൽ സംഭവങ്ങളൊക്കെ ചെയ്ത് ഞാൻ ലാസ്റ്റ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഈ സിനിമയിലാണ് കാണുന്നത്. സോ ഇതിനകത്ത് ലോകേഷ് നന്നായിട്ട് രജനീകാന്തിനെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ കഥയിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ പ്രീതി എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് ശ്രുതിഹാസൻ വന്നിട്ടുള്ളത്. പ്രീതിയുടെ അച്ഛനായിട്ടുള്ള രാജശേഖരൻ മരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ദേവ അദ്ദേഹത്തിന് അവസാനമായിട്ട് കാണാൻ വരുന്നു. അവിടുന്ന് അങ്ങോട്ടുള്ള കുറെ പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. ഈ പറയുന്ന രാജശേഖരന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള സംഭവ വികാസങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത്. ഈ പറഞ്ഞ പോലെ ഒരുപാട് സംഭവങ്ങളിലൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് കഥാകാര്യങ്ങളിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. എന്തായാലും ആക്ടേഴ്സിന്റെ കാര്യങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ രജനീകാന്തിന്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഈ പ്രായത്തിലും എന്തൊരു സ്റ്റൈലിഷ് ആണ് പുള്ളിക്കാരന്റെ ആ ഒരു കരിസ്മ എന്നൊക്കെ പറയുന്ന സംഭവമല്ലേ. നമുക്ക് കണ്ടിട്ട് കൊതി തീരാത്തൊരു അവസ്ഥ എന്നൊക്കെ പറയല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പുള്ളി ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് പുള്ളി ചുമ്മാ വന്ന് നിന്നാലും ചുമ്മാ നോക്കിയാലും പുള്ളി ചുമ്മാ ഒന്ന് കൈയനക്കിയാലും ബോഡി ലാംഗ്വേജ് ഒക്കെ മൊത്തത്തിൽ ഏത് രീതിക്ക് നോക്കുകയാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള സ്റ്റൈലിഷ് ലുക്കാണ്. അതേപോലെ തന്നെ പുള്ളിയുടെ ആക്ടിങ് ആണെങ്കിലും മൊത്തത്തിൽ സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും എല്ലാം നൈസായിട്ട് കിടക്കുവാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട സംഭവമാണ് സൗബിൻ. നമ്മുടെ മലയാളി നടന്മാർക്ക് ഇതുപോലൊക്കെ ഒരു അവസരം കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര ഭാഗ്യമാണെന്ന് വേണം പറയാന്. ഈ സിനിമയിൽ സൗബിൻ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പൂണ്ട് വിളയാടുന്ന അവസ്ഥയാണ്. ഇതിനകത്ത് യഥാർത്ഥ വില്ലൻ സൗബിൻ ആണെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോവും. അതായത് എത്രത്തോളം വില്ലത്തരം കാണിക്കാവോ അത്രത്തോളം കാണിച്ച് ഈ പ്രേക്ഷകരുടെ ഹെയ്റ്റ് വാങ്ങിച്ച് അതൊക്കെ പെർഫോമൻസ് കൊണ്ട് ആ ഹെയ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത്രയും മികച്ചതാക്കിയിട്ട് സൗബിൻ ചെയ്യുന്നുണ്ട്. അത്രയും സ്ക്രീൻ ടൈം കിട്ടുന്നുണ്ട്. സോ ഈ സിനിമയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പോലും ഏറ്റവും അധികം ലാഭം ഉണ്ടായിട്ടുള്ളത് സൗബിനാണെന്ന് വേണം പറയാൻ. കിട്ടിയ അവസരം വെറുതെ പാഴാക്കി കളഞ്ഞിട്ടില്ല. നാഗാർജുന, ഉപേന്ദ്ര, ആമിർ ഖാൻ എല്ലാവരും വന്ന് എല്ലാവരും കട്ടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ സ്ക്രീൻ ടൈം പലർക്കും കുറവായിരിക്കും. ഇപ്പൊ ഇതിൽ മെയിൻ വില്ലൻ ആയിട്ട് വരുന്നത് നാഗാർജുന ആണെങ്കിലും നമ്മുടെ സൗബിനാണ് അതിനേക്കാൾ കൂടുതലായിട്ട് സ്ക്രീൻ ടൈം ഒക്കെ കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഈ പറയുന്ന പോലെ ആർക്കും അതുകൊണ്ട് പ്രാധാന്യമൊന്നും കുറഞ്ഞു പോയിട്ടില്ല. എല്ലാവർക്കും കിട്ടേണ്ട സ്പേസ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ സ്ക്രീൻ ടൈം പലർക്കും കുറവായിരിക്കും. അമീർ ഖാനൊക്കെ വളരെ സ്ക്രീൻ ടൈം വളരെ കുറവാണ്. പക്ഷെ പുള്ളിക്ക് വന്ന് നിന്ന് കഴിഞ്ഞാല്
ആ ഒരു സംഭവം ആരും മറക്കില്ല. പിന്നെ ഇതിനകത്ത് ലേഡി ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാല് നമ്മുടെ ഇത്തരം ആക്ഷൻ മൂവീസ് ഒക്കെ വരുമ്പോൾ, ഇത്രയും മാസ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ വരുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നൊക്കെയാ പറയുക. പക്ഷെ ഇതിനകത്ത് നേരെ ഓപ്പോസിറ്റ് ആണ്. സ്ത്രീകൾക്ക് നന്നായിട്ട് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ശ്രുതി ഹാസനാണ് നായികയായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ പുള്ളിക്കാരിയുടെ അഭിനയം നല്ല പോലെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അവര് ആ ഒരു പേടിയാണെങ്കിലും ടെൻഷൻ ആണെങ്കിലും എല്ലാ ഇമോഷൻസിനും നല്ല പോലെ ചെയ്തിട്ടുണ്ട്. എഫേർട്ട് എടുത്ത് അവർ കുറേ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു ആക്ട്രസ് ആണ് രജിത റാമു. അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് ആണ്. ഇതിനകത്ത് രജിതയുടെ അവരുടെ ആ ക്യാരക്ടറിന്റെ ഒരു അവസാനത്തെ ഒരു സമയമുണ്ട്. ആ സമയത്ത് ഓഡിയൻസ് പോലും കൈയടിച്ചിട്ടുണ്ട് തിയേറ്ററിനകത്ത് ഇരുന്നിട്ട്. അതായത് എത്രത്തോളം പ്രേക്ഷകരെ വെറുപ്പിക്കാവോ അത്രത്തോളം വെറുപ്പിച്ച് ഹേറ്റ് വാങ്ങിയിട്ടുള്ള, അഭിനയിച്ച് ഹേറ്റ് വാങ്ങിയെടുത്ത ആക്ട്രസ് ആണ് പുള്ളിക്കാരി. കന്നഡ മൂവീസിലൊക്കെ, ഈ മാസ് മൂവീസ്, റൊമാൻറ്റിക് മൂവീസിലൊക്കെ ഭാഗമായിട്ട് അങ്ങനെ പോകുന്ന ഒരു കക്ഷിയാണ്. അപ്പൊ അവർ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തത്. പക്ഷെ നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സത്യരാജ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രജനീകാന്തിന്റെയും സത്യരാജിന്റെ ഒക്കെ പ്രീവിയസ് ഏജ് ഒക്കെ കാണിക്കുന്നുണ്ട്, പാസ്റ്റ് ലുക്ക് ഒക്കെ. അപ്പൊ അതിനൊക്കെ ഈ ഡി ഏജിങ് സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അന്നത്തെ കാലത്തെ 80കളിലൊക്കെ രജനീകാന്തിന്റെ സിനിമയൊക്കെ കണ്ടൊരു ഫീൽ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാസ്റ്റിലൊക്കെ വരുന്ന സമയത്ത്, ഡി ഏജിങ് ഒക്കെ വരുന്ന സമയത്ത് അത് ഭയങ്കര ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, വേറെ എക്സ്പീരിയൻസ് ആണ്. ഒരു സിനിമയ്ക്കുള്ളിൽ മറ്റൊരു സിനിമ കണ്ടു തീർത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കില്ല, അതുപോലെയാണ്. സോ മൊത്തത്തിൽ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു സംശയം പോലും ഇല്ലാണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന 2 പേരുകളുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ആ 2 പേരുകളുണ്ട്. ഒരു ടൈറ്റിൽ നോക്കിയോ ഇവിടുന്ന് വായിച്ചൊന്നും അറിയണ്ട, ആ പേരുകൾ ഉണ്ടായിരിക്കുന്നു. ഒന്ന് അനിരുദ്ധാണ് സംഗീതം ചെയ്തത്. അതേപോലെ തന്നെ അൻപറിവ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. ഇവര് സിനിമയിൽ ഉണ്ടായിരിക്കുന്നു 100% ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്ക് കാണുന്ന സമയത്ത് വേറൊരാളുടെ പേര് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സിനിമയുടെ ക്യാമറ ചെയ്തിട്ടുള്ളത് ഗിരീഷ് ഗംഗാധരനാണ്, നമ്മുടെ മലയാളി ആയിട്ടുള്ള പുള്ളിക്കാരൻ. എത്രത്തോളം ബെസ്റ്റ് ആക്കാവോ അത്രത്തോളം ചെയ്തിട്ടുണ്ട്. സോ ടെക്നിക്കലി എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നൈസ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പം ഒരു തരത്തിലും മിസ്സാക്കാൻ പാടുള്ള ഒരു സിനിമയല്ല, എല്ലാവരും കാണേണ്ട സിനിമയാണ്. നഷ്ടപ്പെടുത്താൻ പാടില്ല. ലോകേഷ് നമുക്ക് വേണ്ടി തരുന്ന, രജനീകാന്തിനെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന പ്രേക്ഷകർക്ക് തരുന്നൊരു സിനിമയാണ്. അത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ല എക്സ്പീരിയൻസ് കിട്ടും.